നമസ്കാരം. നമ്മുടെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഇപ്പോൾ എവിടെയാണെന്ന് ഒരു പിടുത്തമില്ലാതെ നിൽക്കുന്ന സമയത്താണ് കുടുംബത്തിന് ആശ്വാസമായി രണ്ട് ചെറിയ സന്തോഷ വാർത്തകൾ എത്തിയിരിക്കുന്നത്. കാരണം അർജുൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ മണ്ണെടുപ്പും കാര്യങ്ങളെല്ലാം മാറ്റി തെരച്ചിൽ നിർത്തി അവസാനിപ്പിച്ചു പോയി. അതോടൊപ്പം തന്നെ അവിടെ അർജുൻ്റെ ബോഡി കണ്ടെത്താനോ അല്ലെങ്കിൽ അർജുനന് ജീവനോടെ കണ്ടെത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അവിടുത്തെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് വീണ്ടും തെരച്ചിൽ ആരംഭിക്കണമെന്ന് ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ വീണ്ടും ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അർജുനെ കണ്ടെത്തിയതിൻ്റെ ഒരു സന്തോഷ വാർത്തയല്ല നമ്മൾ പറയാൻ പോകുന്നത്. അർജുനനെ കാണാതായ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ ഒരു 7 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഒരു ബോഡി കണ്ടുകിട്ടിയിരുന്നു. അത് വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് അയച്ചിരിക്കുകയാണ്. പക്ഷെ അത് അർജുൻ്റെ ബോഡി ആകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം അവിടെ ആ പരിസരത്തിൻ്റെ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ടായിരുന്നു. ആ മത്സ്യത്തൊഴിലാളിയുടെ ആണ് എന്നുള്ളൊരു വാർത്തകളും ചെറുതായിട്ട് വരുന്നുണ്ട്. ജീവനോടെ അർജുൻ തിരിച്ചു വരാനും വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം അർജുൻ്റെ കുടുംബത്തിന്, അർജുൻ്റെ ഭാര്യയ്ക്ക് അവിടുത്തെ സൊസൈറ്റി ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. അത് ഇനി അർജുനൻ തിരിച്ചു വന്നാലും അർജുനന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ആ രീതിയിലായാലും ആ ജോലി നഷ്ടപ്പെടാതെ അവരത് കണ്ടിന്യൂ ചെയ്യുവാനും, അതുപോലെ തന്നെ അവിടെ ഒരു ജോലി കൊടുത്ത് തൽക്കാലം ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിന് ആശ്വാസമായിരുന്ന അർജുനാണ് മിസ്സായിരിക്കുന്നത്. അപ്പോൾ ആ അർജുനെ കുടുംബം മുന്നോട്ട് പോകാനായിട്ട് സഹായം ചെയ്ത സൊസൈറ്റിക്ക് വലിയൊരു നന്ദിയും അതുപോലെ തന്നെ ദൈവാനുഗ്രഹവും ആ ഒരു ഇതും കൂടി അറിയിക്കുകയാണ്. കാരണം നല്ല മനസ്സുകളാണ് എപ്പോഴും കൈത്താങ്ങായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു ഉപകാരമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അർജുൻ്റെ തെരച്ചിൽ വീണ്ടും നടത്തി. ഇപ്പം നമ്മൾ അംഗീകരിക്കേണ്ട സത്യങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. ഇനി അർജുൻ എന്തെങ്കിലും സംഭവിച്ചു, അർജുൻ മരിച്ചു എന്ന് ഇതാണെങ്കിൽ കൂടിയും ഒരു കുടുംബത്തിന് അംഗീകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആ ബോഡിയെങ്കിലും കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കിട്ടുമ്പോഴാണ്, നമ്മൾ കണ്ട് വിശ്വസിക്കുന്ന അവസ്ഥയിലുള്ള ആ ഒരു ഇത് കിട്ടുമ്പോഴാണ് നമ്മൾ ഇനിയിപ്പോൾ മരിച്ചു എന്ന് അംഗീകരിക്കണമെങ്കിൽ കൂടിയും ആ കുടുംബം അംഗീകരിക്കും, നമ്മളൊക്കെ അംഗീകരിക്കും, വിഷമമുള്ള കാര്യമാണ് എങ്കിലും അംഗീകരിക്കണമെങ്കിൽ അത് നമുക്ക് തെളിവായി കിട്ടണം. ഒന്നില്ലെങ്കിൽ അർജുൻ്റെ ബോഡി കിട്ടണം, അല്ലെങ്കിൽ അർജുൻ്റെ ജീവനോടെ നമുക്ക് കിട്ടണം. രണ്ടിലൊന്ന് ഏതായാലും അറിയണം. അല്ലെങ്കിൽ നീറി പുകഞ്ഞ് ജീവിക്കുന്ന അവസ്ഥയിലായിരിക്കും. എന്താ കിട്ടിയെന്ന് പറഞ്ഞാലും മനുഷ്യന് മറവിയുണ്ട് എന്ന് പറഞ്ഞാലും മറക്കണമെങ്കിൽ നമുക്ക് ആ സത്യം നമ്മുടെ കൺമുമ്പിൽ കാണണം, അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ മനസ്സിന് പാകപ്പെടണം. അപ്പോൾ പ്രതീക്ഷകൾ വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആ പ്രതീക്ഷകൾ വലുതാണ്. നാളെ തിരിച്ചു വരും അർജുൻ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നതും ഇത് കേട്ടപ്പോൾ മുതലുള്ള വാർത്തകളായാലും എവിടെയായാലും നമ്മൾ അന്വേഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആശ്വാസമായിട്ട് 2 കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്ന്, അർജുനെ തിരഞ്ഞു കണ്ടെത്താനുള്ള ഒരു ഉത്തരവ് കോടതി ഇറക്കിയിരിക്കുന്നു. 2, അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി ലഭിച്ചിരിക്കുന്നു. അത് സ്ഥിരമായി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷയോടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അർജുൻ്റെ തിരിച്ചുവരവിനായിട്ട് പ്രാർത്ഥിക്കാം. അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരട്ടെ. ആ കുടുംബത്തിനൊരു താങ്ങും തണലുമാകട്ടെ. അതുപോലെ തന്നെ നന്മയുള്ള മനസ്സുകളുടെ സഹായവും ആ കുടുംബത്തിനുണ്ടാകട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ വീണ്ടും തിരച്ചിൽ നടത്താൻ നമ്മൾ മറന്നുപോകും. കാരണം ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ എല്ലാം അടിയിൽ പോയി മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ വയനാട്ടിൽ ഇത്ര വലിയ ദുരന്തം ഉണ്ടായപ്പോൾ അർജുൻ്റെ വാർത്തകൾ ആരും ചെയ്യുന്നില്ല. അർജുൻ എവിടെയാണെന്ന് അറിയുന്നില്ല. അതിനെ പറ്റിയിട്ട് ആർക്കും ഇനി സമയമില്ല. കാരണം വെച്ചാൽ അതിലും വലിയ പത്രക്കാർക്കായാലും ചാനലുകാർക്കായാലും വലിയ വാർത്തകൾ കിട്ടുമ്പോൾ അവരതിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് അങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയുടെ നിയമവും നാടിൻ്റെ നിയമവും ചാനലുകളായാലും എന്ത് ന്യൂസ് ചാനലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നാളെ ഒരു ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു, മകള് അച്ഛനെ കൊന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടുകൾ പുതിയത് വരുമ്പോൾ ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെയാവും. അപ്പോൾ നമ്മുടെ വയനാട് അടിപ്പോവും. വയനാടിനെ പറ്റി ഞാനൊരു വീഡിയോ ഇതിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ
നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ഒരു ആളെ കണ്ടെത്താതെ ഇപ്പോൾ അർജുനെ കണ്ടെത്തിയാൽ മാത്രമേ ആ കുടുംബത്തിൻ്റെ മനസ്സമാധാനവും നമ്മളെ മനസ്സമാധാനവും ആവുള്ളൂ. നാട്ടിലായാലും ലോകത്തിലെല്ലായിടത്തും ഉള്ള മലയാളിയുടെ മനസ്സിൽ ഒരു വേദന സൃഷ്ടിച്ച കാര്യമാണ് അർജുൻ. അപ്പോൾ ആ കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വേദന തീരണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അല്ലെങ്കിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കണം. അതിന് തെളിവ് കിട്ടണം നമുക്ക്. അല്ലെങ്കിൽ അർജുനൻ മരിച്ചു എന്ന് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല, പക്ഷെ എന്നാൽ അങ്ങനെ ഒരു തെളിവെങ്കിലും കിട്ടണം നമുക്ക്. അപ്പോൾ ഈ 2 സന്തോഷ വാർത്തകൾ ചെറുതാണെങ്കിലും വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ചെറിയ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം നിറഞ്ഞതാണ് ജീവിതം. അപ്പോൾ എന്തായാലും കുടുംബം അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കണം, നമ്മളും സമൂഹവും അംഗീകരിക്കണം. അപ്പോൾ അതിന് നല്ല ഒരു വാർത്തകൾ വരട്ടെ, അർജുനനൊക്കെ തിരിച്ചു കിട്ടിയെന്ന വാർത്ത കേൾക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കോടതിക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജോലി കൊടുത്തവർക്കും നന്ദി അറിയിക്കുന്നു. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു.